ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റത്തിന്റെ വീഡിയോ ആണ്. എന്താ സംഭവം ചോദിച്ചാല്, നിങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടാവും ഫുൾ ജാർ സോഡ. പറഞ്ഞപ്പോ തന്നെ ക്ലിക്കായാലോ. ഇപ്പോ ടിക്ടോക്കിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഫുൾ ജാർ സോഡ. അപ്പൊ ഞാനതൊന്ന് വീഡിയോസ് എല്ലാം കണ്ടു. ഞാൻ എന്നെ ഈ പരിസരത്ത് നിന്ന് ചോദിച്ചപ്പോ എവിടെ ഏത് കടകളിലും ഈ സംഭവം ഇല്ല. അപ്പൊ ഞാൻ വീട്ടിലൊന്ന് പരീക്ഷിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ജസ്റ്റ് അത് ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുപോകും. നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങള്: നാരങ്ങ, ഇത് ഉപ്പാണ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണം എന്നുള്ള ആളുകൾക്ക് പച്ചമുളകിന്റെ എണ്ണം കൂട്ടാം. പിന്നെ എരിവ് കുറവ് മതിയുള്ളവർക്ക് അതിന്റെ എണ്ണം കുറയ്ക്കാം. പിന്നെ ഇത് കസ്കസ് ആണ്. കസ്കസ് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. കസ്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കില്ല, നമ്മുടെ ജ്യൂസിലൊക്കെ, ലൈം ജ്യൂസിലും ബാക്കിയുള്ള ജ്യൂസുകളിലൊക്കെ ഇട്ട് തരുന്ന ഒരു ഐറ്റമാണ് കസ്കസ് എന്ന് പറയും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പുതിന അല്ലെങ്കിൽ മല്ലിച്ചപ്പ് പോലുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. ഓരോക്കെ ടേസ്റ്റിനനുസരിച്ച് അതൊക്കെ ചേർക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വാട്ടർമെലൺ ചേർക്കാറുണ്ട്, അതേപോലെ പൈനാപ്പിളിന്റെ ജ്യൂസ് ചേർക്കാറുണ്ട്. ഇതൊക്കെ ചേർത്തിട്ട് സാധാരണ ഉണ്ടാക്കാറുണ്ട്. നമുക്കിപ്പോ അതൊന്നുമില്ല, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ തൊലി കളഞ്ഞെടുക്കണം. നമുക്കത് തൊലി കളഞ്ഞെടുക്കാം. ഇതുപോലെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഈ ഇഞ്ചിയുടെ നമ്മൾ തൊലി കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇടുക. ഇനി നേരത്തെ എടുത്തു വെച്ച പച്ചമുളക് അതുപോലെ ഞെട്ട് കളഞ്ഞിട്ട് ഒന്ന് കീറിയിട്ട് ഇട്ടാൽ അത്രയും നല്ലത്. ഇത് മുളക് എരിവുള്ളതാണോ എരിവില്ലാത്തതെന്ന് അറിയില്ല കേട്ടോ. അത് ഇട്ട് അടിച്ച് കുടിച്ചു നോക്കിയാലേ അറിയുള്ളൂ. നല്ല എരിവുണ്ടെങ്കിൽ പണി പാളും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. അധികമൊന്നും വേണ്ട, കുറച്ചൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പൊ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാല്, ഇതുപോലത്തെ ഒരു ചെറിയ ഗ്ലാസും പിന്നെ വലിയൊരു ഗ്ലാസ്. വലിയ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുന്ന സാധാരണ ഗ്ലാസ്. ഈ താഴെ ഇരിക്കുന്ന വൈനൊക്കെ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഗ്ലാസ്. പിന്നെ ക്ലബ് സോഡയാണ് ഉപയോഗിക്കാവുന്ന ക്ലബ് സോഡ. നമുക്ക് ഐറ്റംസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങ എടുത്തിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ ചെറിയ ഗ്ലാസ്സിലേക്ക് പിഴിയാം. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഇത് നല്ല എരിവുണ്ട്. അപ്പൊ അധികം എടുത്താൽ ചിലപ്പോ പണി കിട്ടും. നമുക്ക് കുറച്ചെടുത്തിടാം. ഇനി ഇതിലേക്ക് നമ്മള് കസ്കസാണ് ഇടേണ്ടത്. നമുക്ക് കസ്കസ് ഇത് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ്ടോ, ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലോ കുറവോ ഇതിലിടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ അത് ഈ ചെറിയ ഗ്ലാസ്സിലത്തെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്ലബ് സോഡ പൊട്ടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ മോള് ചെറുതായിട്ടൊന്ന് തിരിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ പൊട്ടിച്ചിട്ട് നമ്മൾ ഈ വലിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 3/4 ഗ്ലാസ് ഒഴിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഈ ചെറിയ ഗ്ലാസ് നമുക്ക് അതിനുള്ളിലേക്ക് ഇടാനുള്ളതാണ്. ഇതിപ്പോ അതിനുള്ളിലേക്ക് ഇടാനുള്ളതാണ്. നമുക്കിനി ഇത് അതിന്റെ ഉള്ളിലേക്ക് ഇടാം. ഫ്രണ്ട്സ്, നേരത്തെ കാണിച്ചത് ചെറുതായിട്ടൊന്ന് പണി പാളി. അതെന്താ വെച്ചാല് സോഡ മോള് ചെറുതായിട്ടൊന്ന് തുറന്നു വെച്ചിരുന്നു. അതിന്റെ ഇടയ്ക്ക് അത് കണ്ടില്ല. ഞാനിപ്പോ ഇതേ വേറൊരു ബോട്ടിൽ സോഡ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ടൊന്ന് നോക്കാം, സംഭവം വിജയിക്കാൻ നോക്കാം. ഇത് അത്യാവശ്യം ഗ്യാസ് ഉള്ളതാണ്. നോക്കാം ഇത് സക്സസ് ആവോ നോക്കാം. ഇത് സക്സസ് ആയിട്ടുണ്ട്. തകർപ്പൻ. മുളക് സംഭവം വെറുതെ അല്ലാട്ടത് ഹിറ്റായത്. അടിപൊളിയാണ്, നല്ല സൂപ്പറാണ്. സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം. അങ്ങനെ നമ്മള് ഫുൾ ജാർ സോഡയുടെ ഒരു പരീക്ഷണം, ആദ്യത്തെ ചെറിയൊരു പണി കിട്ടി. രണ്ടാമത്തെ വീണ്ടും പണി കിട്ടിട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടില്ല. ആ രണ്ടാമത് പണി കിട്ടിയത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയുടെ ലാസ്റ്റില് ഒന്ന് ചെറുതായിട്ട് ചേർക്കാം. മൂന്നാമത് ചെയ്തത് സക്സസ് ആയി. സംഭവം ഹിറ്റായി എന്ന് പറയുന്നത് സൂപ്പർ സാധനം കേട്ടോ. നല്ല ആ കുടിക്കുമ്പോഴുള്ള ഒരു എഫക്റ്റ്, അതായത് ആ ഗ്ലാസ്സിൽ നമ്മൾ മിക്സ് ഗ്ലാസ്സിലേക്ക് വീഴുമ്പോൾ തന്നെ പതഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമ്മളത് കുടിക്കണം. ആ സമയത്തുള്ള ഒരു എഫക്റ്റ്, ആ കുടിക്കുന്നതിന്റെ ഒരു എരിവും പിന്നെ എല്ലാം കൂടെ ഉള്ള ഒരു എഫക്റ്റ് ഭയങ്കരമാണ്. അപ്പൊ സംഭവം അതുകൊണ്ടാണ് അത് ഇത്രയും വൈറലായത് എന്ന് എനിക്ക് തോന്നുന്നു, ഞാനത് കുടിച്ചു നോക്കിയപ്പോൾ. അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.